ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു അൽഫാം ചുടുന്നുണ്ടായിരുന്നു. അന്നപ്പോൾ കസിൻസ് എല്ലാം പറഞ്ഞ് നമുക്ക് ഇന്നൊരു വ്ളോഗ് എടുക്കേണ്ടി കുറേ ആയില്ലേ മതിയായിരിക്കും വ്ളോഗിൽ ഇട്ടിട്ട് എന്ന് പറഞ്ഞു. അന്നപ്പോൾ പിന്നെ ഓരെന്നെ വീഡിയോ എടുത്ത് ഞാൻ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. ഓരെന്നെ വീഡിയോ എടുത്ത് ഓരെന്നെ വോയിസും കൊടുത്ത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയാണ് ഗോയ്ക്ക് പല്ല്. കോയിന്റെ പല്ല് കണ്ടോളി. പല്ലില്ല എന്തൊക്കെയാണ്. നമ്മളിത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്നാ മല്ലിച്ചപ്പ് പുതിന ചപ്പ് ഇടാ. ചെസ്റ്റ് പീസ് ഞാനാ ഇവിടെ അടിയാവും. നമ്മളിടുന്നത് ഇഞ്ചി. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സാധാ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സൺഫ്ലവർ തന്നെയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ചെറിയ ജീരകം ഇടുക. ചെയ്യുക. സോപ്പ് ഉപയോഗിച്ച് ചിക്കൻ കാക്കുന്നു ഗൈസ്. ഇതിലും പരം പൊട്ടത്തി വേറെ ഉണ്ടോ? നിങ്ങൾ പറയൂ. സോപ്പ് മറ്റേ പപ്പായന്റെ സോപ്പ് ഉപയോഗിച്ചിട്ട് ചിക്കൻ കാക്കുന്നു ഗൈസ്. നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇടുക. പിന്നെ ഗൈസ് ഇവിടെ നിങ്ങൾ ജീരകം കാണും. എന്താ പറഞ്ഞത്, മിക്സി ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞൊരു ആക്സിഡന്റ് ആയി. അതുകൊണ്ട് ജീരകമൊക്കെ തെറിച്ചു. പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുക. ചിക്കന്റെ ബാക്കിലുള്ള ആളുകളാണ് ഇവരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വീണ്ടും പച്ചമുളക് ഉപയോഗിക്കുക. മസാല ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കീറിട്ട് കൊടുത്തിട്ട് ആ മസാല അതിനകത്തേക്ക് നല്ലോണം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2-3 മണിക്കൂറത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അപ്പോൾ നല്ലോണം അത് പിടിക്കുമല്ലോ. പിന്നെ നമ്മൾ 2 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയേക്കും. ഇത് കുറച്ച് വലുപ്പമുള്ള നമ്മൾ വലിയവർക്കുള്ളതും പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ കുറച്ച് ചെറുതായിട്ടുള്ള പീസെല്ലാം വേറെ തന്നെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ 2 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി കേട്ടോ. പിന്നെ നമ്മൾ 4-5 മണിയായപ്പോൾ കണലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. പക്ഷെ കണലായി കിട്ടാൻ നല്ല ടൈം എടുത്തേക്കും. ഒരു 6 ഇങ്ങനെ ആയി അതൊന്ന് കണലായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പണിയിലും. ഹലോ ഗൈസ്. ലെവലാക്കിയതാ. തീയാറ്റ ടൈമിലേക്ക് ഇതായിട്ടും വിട്ടിട്ടുണ്ട്. ഞാൻ പിടിക്കുന്നില്ല. അങ്ങോട്ടാക്കി ഞാൻ പറഞ്ഞോടി അങ്ങോട്ടാക്കി. അങ്ങോട്ട് മാറി വിട്ടോ, അങ്ങോട്ട് പോയിക്കോ. കുറച്ച് കല്ല് കുറച്ച് ഇങ്ങോട്ടാക്കണേ, വലിപ്പുണ്ടായി. അത് എടുത്തിട്ട് കല്ല് കുറച്ച് അങ്ങോട്ടാക്കാം. ഇനോയിലോട്ട് വിടാ. എടാ ഇനോയിലോട്ട് വിടാ. കുട്ടികളെ ഓതി വെക്കുന്നു ഗൈസ്. ഒന്നിങ്ങനെ ശരിയാ ഇഷ്ടപ്പെട്ടേക്ക് തോന്നുന്നു. വാങ്ങുന്നു. പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇന്ന ബക്കറ്റ് ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ വേക്കട്ട് വെറുതെ തൊള്ളക്കിയ ചള്ള.
അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അൽഫാമായി ഗൈസ്. ഇത് മൊത്തമായിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നെല്ലാം വിചാരിച്ചതാണ്, പക്ഷെ ഒന്നിനുള്ള ഒരു അവസരം കിട്ടി. ഇത് ഫസ്റ്റ് തന്നെ ആയിട്ട് വലിയ അടിയിലാണ്ട് എല്ലാവരും മതിയാരി കോതിയൊക്കെ വെച്ചിന്. പക്ഷെ വലിയൊരതായപ്പോൾ ചെസ്റ്റ് പീസിന് അടിയായി ഗൈസ്. നമുക്ക് പിന്നെ അനക്കും ആഫ്രിക്കും ചെസ്റ്റ് പീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കാല് കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നൊക്കെ വലിയ അടിയില്ലാണ്ട്. പക്ഷെ മറ്റവരെല്ലാം അടി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും പറിച്ചിലും എല്ലാം ആയിട്ട് ഫോട്ടോ വീഡിയോ ഒന്നും മതിയായിരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ അൽഫാം ഉണ്ടാക്കിയ കടന കഥ. അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.